ഈ ആടിന്റെ പറവക്കാവടി കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ സൂര്യനെല്ലിയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ പറവക്കാവടിയെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ സൂര്യനെല്ലിയിലെ ഉത്സവത്തിന്റെ വിശേഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? കറുപ്പൻ കോവലിലെ ഈ ഘോഷയാത്ര വന്നതിന് ശേഷം അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ശൂലമൊക്കെ കൊത്തുന്നത്. അതിനുശേഷം വീണ്ടും ഘോഷയാത്രയായിട്ട് ഉത്സവം നടക്കുന്ന വിനായക ക്ഷേത്രത്തിലോട്ട് പോകും കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശൂലം കുത്തുന്നതിനോ അല്ലെങ്കിൽ കാവടി ഏന്തുന്നതിനോ ഒന്നും ഇവിടെ ഒരു ആൺപെൺ വ്യത്യാസമില്ല. അതേപോലെ തന്നെ ഈ ഒരു സമയത്തും ചിലർക്കൊരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്തിട്ടുള്ള നൃത്തങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി പറവക്കാവടിയെക്കുറിച്ച് പറയാം കേട്ടോ. ഈ തമിഴ്നാട് കേരള അതിർത്തി പ്രദേശങ്ങളാണ് കൂടുതൽ നമ്മൾ ഈ ഒരു പറവക്കാവടി കാണുന്നത് കേട്ടോ. ശരിക്കും ദൈവാനിഷ്ഠയുടെ ഭാഗമായിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഈ ശൂലം കുത്തുന്നത് പോലെയൊക്കെ തന്നെ ഉള്ള മറ്റൊരു ആചാരം എന്നാണ് പറയാം. നമ്മുടെ കയ്യിലിങ്ങനെ വേലൊക്കെ പിടിച്ചതിന് ശേഷം ശരീരത്തിൽ ഇങ്ങനെ തുളകൾ ഇട്ടിട്ടുണ്ടായിരിക്കും. അതിലാണ് ഇങ്ങനെ കൊളുത്തി ഇങ്ങനെ ആടുന്നത് കേട്ടോ. അപ്പം ഞാനിതെല്ലാം സുരുനെല്ലിയിൽ വന്നപ്പം എക്സ്പീരിയൻസ് ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നേ. അതിനുശേഷം ഈ ഒരു ഘോഷയാത്ര ഉത്സവം നടക്കുന്ന ക്ഷേത്രത്തിൽ എത്തിച്ചേരും കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും ആഘോഷങ്ങളുണ്ട്. കുമ്മേടി പോലെയുള്ള കുമ്മേടി തമിഴ്നാടിൻ്റെ ഒരു ഫോക്ക് ഡാൻസ് പോലത്തെ ഒരു നൃത്തമാണ്. ഇങ്ങനെ വട്ടത്തിൽ നിന്ന് പാട്ടിനൊപ്പം താളം പിടിച്ചുകൊണ്ട് ചുവടുകൾ വെക്കുന്ന ഒരു രീതി. അപ്പം ഞാനും കുമ്മി അടിച്ചു.